അഹമ്മദാബാദ് വിമാനാപകടം നടന്നിട്ട് ഏകദേശം ഒരു മാസം തികഞ്ഞതേ ഉള്ളൂ. ഒരു മാസവും ഏകദേശം 10 ദിവസവും മാക്സിമം പോയായിട്ടുണ്ടായിരിക്കും. ആ ഒരു അപകടം എത്രത്തോളം വലുതും ദാരുണമായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് 160ഓളം ആളുകളാണ് മൊത്തത്തിൽ മരണപ്പെട്ടത്. അതിനകത്ത് 241 പേർ വിമാനത്തിനകത്തുള്ളവരും അതുപോലെ തന്നെ 10-20ഓളം പേർ ഈ ഒരു ഗ്രൗണ്ടിലുള്ളവരുമായിരുന്നു മരിച്ചിരുന്നത്. ആ ഒരു സ്കൂളിലെ കുട്ടികളും അങ്ങനെ ഒരുപാട് പേർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിൻ്റെ നടുക്കം മാറുന്നുള്ളൂ. ആ ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോൾ പുതിയൊരു ആക്സിഡൻറ്റും ഉണ്ടായിരിക്കുന്നത്. ബംഗ്ലാദേശിലെ ഒരു സ്കൂളിലേക്ക് ഒരു എയർഫോഴ്സിൻ്റെ വിമാനം വന്ന് ഇടിച്ചു കയറുകയാണ്. ഇടിച്ചു കയറിയിട്ട് ഏകദേശം 29ഓളം കുട്ടികൾ മരണപ്പെടുകയും പൈലറ്റും അതുപോലെ തന്നെ മരണപ്പെടുകയാണ് ചെയ്തത്. മൊത്തത്തിൽ ഏകദേശം 31ഓളം ആളുകളാണ് അതിനകത്ത് മരണപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം എങ്ങനെയാണ് നടന്നത് അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് നോക്കുന്നത്. നമസ്കാരം, ഞാൻ അഖിലേഷ് ചന്ദ്രസേനൻ. ജൂലൈ 21, 2025 തിങ്കളാഴ്ച ബംഗ്ലാദേശിനെ ശരിക്കും ഞെട്ടിച്ച ഒരു ദിവസമായിരുന്നു. ഒരു സാധാരണ ദിവസം പോലെ തുടങ്ങി, പക്ഷേ ഉച്ചയോടെ എല്ലാം മാറി മറിയുകയായിരുന്നു. ഒരു ബംഗ്ലാദേശ് എയർഫോഴ്സ് പരിശീലന വിമാനം ഇടിച്ചിറങ്ങുകയായിരുന്നു. വെറുമൊരു അപകടമായിരുന്നില്ല ഇത്. ഒരുപാട് പേരുടെ ജീവൻ എടുത്തു കളഞ്ഞ ഒരു ദുരന്തം. ചുരുങ്ങിയത് 31 പേരെങ്കിലും മരിച്ചു എന്നതാണ് ഏറ്റവും പുതിയതായിട്ട് കിട്ടുന്ന വിവരം. അതിൽ ഭൂരിഭാഗം കുട്ടികളായിരുന്നു എന്നതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ളൊരു കാര്യം. കൂടാതെ 165ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഏകദേശം 60ഓളം പേരുടെ നില അതീവ ഗുരുതരമാണെന്ന് പറയുന്നുണ്ട്. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ഉച്ചയ്ക്ക് ധാക്കയിലെ BIF ബേസിൽ നിന്ന് ഉയർന്ന ഒരു വിമാനം, ഒരു ചൈനീസ് നിർമ്മിത F-7 BGI പരിശീലന ജെറ്റായിരുന്നു അത്. വിമാനം പറന്നുയർന്ന നിമിഷങ്ങൾക്കകം തന്നെ ഏകദേശം 1:12 ഒരു സാങ്കേതിക തകരാറ് കാരണം നിയന്ത്രണം വിടുകയും തകരുകയുമായിരുന്നു. പൈലറ്റ് തക്ബീർ ഇസ്ലാം തൻ്റെ ആദ്യത്തെ സോളോ മിഷനിലായിരുന്നു. അദ്ദേഹം ആ ഒരു എയർക്രാഫ്റ്റിൻ്റെ നിയന്ത്രണം വീണ്ടെടുക്കാൻ മാക്സിമം ശ്രമിച്ചിരുന്നെങ്കിലും അത് നടന്നില്ലായിരുന്നു. കൺട്രോൾ ടവറിൽ നിന്നും അദ്ദേഹത്തോട് പുറത്തേക്ക് ചാടാൻ, അതായത് ഇജക്റ്റ് ചെയ്യാൻ അയാളോട് പറഞ്ഞിരുന്നെങ്കിൽ പോലും അയാൾ അത് ചെയ്തിട്ടില്ലായിരുന്നു. താഴ്ന്ന ഉയരം കാരണമായിരുന്നു അത് ഒട്ടും സാധ്യമായിരുന്നില്ല. അതുമാത്രമല്ല, ജനവാസ സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ നിന്നൊരു അപകടം ഒഴിവാക്കാൻ വേണ്ടി, ആ ഒരു സ്ഥലത്ത് ഇടിച്ചിറങ്ങി കഴിഞ്ഞാൽ വലിയൊരു അപകടം ഉണ്ടാകുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ഫ്ലൈറ്റിനെ അല്ലെങ്കിൽ ആ ഒരു എയർക്രാഫ്റ്റിനെ ദൂരെയുള്ള സ്ഥലത്ത് ഒന്നും ആളില്ലാത്തൊരു സ്ഥലത്തേക്ക് റിമോട്ടായിട്ടുള്ളൊരു പ്ലേസിലേക്ക് ഇടിച്ചിറക്കാമെന്നുള്ള രീതിയായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം ശ്രമിച്ചതും. ആ ഒരു സ്കൂളിൻ്റെ പ്രധാന ഗേറ്റിലേക്ക് കുട്ടികൾ ക്ലാസ്സിലുണ്ടായിരുന്ന സമയത്ത് ഒരു വലിയ വിമാനം ഇടിച്ചിറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? വിമാനം മൈൽ സ്റ്റോൺ കോളേജിൻ്റെ, അതായത് ഹൈദർ അലി കെട്ടിടത്തിൻ്റെ പ്രധാന ഗേറ്റിലേക്ക് ഇടിച്ചു കയറി ഒരു വശത്ത് കൂടി കടന്ന് മറ്റൊരു വശത്തേക്ക് പുറത്തിറങ്ങുകയായിരുന്നു. അതുപോലെ തന്നെ മേൽക്കൂരയിലും ഇടിക്കുകയും അവിടെ ഒരു വലിയ ദ്വാരം തന്നെ ഉണ്ടാവുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് അതൊരു വലിയ തീഗോളമായി ആളിക്കത്തുകയും 3 ജൂനിയർ വിഭാഗങ്ങളിലെ കുട്ടികൾ പഠിച്ചിരുന്ന കെട്ടിടത്തിലേക്കാണ് ഈ വിമാനം ഇടിച്ചു കയറിയത്. അതായത് നഴ്സറി മുതൽ 3ാം ക്ലാസ് വരെയുള്ള കുട്ടികളായിരുന്നു, കുരുന്നു കുട്ടികളായിരുന്നു ആ ഒരു സ്ഥലത്തുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവിടെ ട്യൂഷന് വേണ്ടി നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു അപകടം വലിയ രീതിയിലോട്ട് മാറിപ്പോയത്. കാരണം അത്രത്തോളം കുട്ടികൾ ട്യൂഷനും കൂടി നിന്നപ്പോൾ അവരുടെ ദേഹത്തും കൂടിയായിരുന്നു ഈ ഒരു എയർക്രാഫ്റ്റ് വന്ന് ഇടിച്ച് കയറി പൊട്ടിത്തെറിച്ചത്. സാക്ഷികൾ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളു പോലും പിടയുന്ന ഒരു അവസ്ഥയാണ്. വളരെ വലിയൊരു ശബ്ദം കേൾക്കുകയും പിന്നീട് പുകയും ചാരവും മാത്രമാണ് അവർ കണ്ടത്. ചില ശരീരഭാഗങ്ങൾ തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു എന്നാണ് ആളുകൾ കണ്ടവർ, ദൃക്സാക്ഷികൾ പറയുന്നത്. രക്ഷാപ്രവർത്തകർ മിനിറ്റിനകം എത്തി, പക്ഷേ കാഴ്ചകൾ ഭീകരമായിരുന്നു. പൊള്ളലേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. ഏകദേശം 60 പേരെങ്കിലും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബേൺ ആൻഡ് പ്ലാസ്റ്റിക് സർജിക്കൽ എന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ഇതിൽ 40 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നാണ് പറയുന്നത്. 20ലധികം കുട്ടികളെ രക്ഷപ്പെടുത്തിയ മഹറിൻ എന്ന് പറയുന്ന ഒരു അധ്യാപിക അതീവ ഗുരുതരമായി പൊള്ളലേൽക്കുകയും പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. അതൊരു വലിയ വിഷമം ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെ ആയിരുന്നു. ഇനി മറ്റൊരു പ്രധാന കാര്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു അപകടത്തിന് അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വിമാനാപകടവുമായി എന്തെങ്കിലും സാമ്യമുണ്ടോ? നമുക്കൊന്ന് നോക്കിയാലോ. കഴിഞ്ഞ മാസം ജൂൺ 12, 2025 അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ AI-171 വിമാനം അപകടം നമുക്ക് ഓർമ്മയിലുള്ളൊരു കാര്യമാണ്. ബോയിങ് 787 ഡ്രീംലൈനർ വിമാനമായിരുന്നു അത്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന ആ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് തൊട്ടു പിന്നാലെ തന്നെ അവിടെയുള്ള ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു. ആ അപകടത്തിൽ 260 പേരാണ് മരണപ്പെട്ടത്. വിമാനത്തിനകത്തുണ്ടായിരുന്ന 242 പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. കൂടാതെ താഴെ ഉണ്ടായിരുന്ന, അതായത് ഗ്രൗണ്ടിലുണ്ടായിരുന്ന 19 പേരും മരിച്ചിരുന്നു. ലോകത്തെ കഴിഞ്ഞ ദശകത്തിലെ ഏറ്റവും വലിയ വ്യോമയാന ദുരന്തമായിട്ടായിരുന്നു ലോകം മൊത്തവും കണ്ടിരുന്നത്. ഈ 2 സംഭവങ്ങൾ ഞെട്ടിക്കുന്ന ചില സാമ്യതകളുണ്ട്, നമുക്ക് തന്നെ അറിയാവുന്നതാണ്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ബംഗ്ലാദേശിലെ F-7 BGI പരിശീലന ജെറ്റ് ഉച്ചയ്ക്ക് 1 മണിയോടെ ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കകം തന്നെ തകർന്നു വീഴുകയായിരുന്നു. അതുപോലെ തന്നെ അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം പറന്നുയർന്ന നിമിഷങ്ങൾക്കകം തന്നെ ആയിരുന്നു തകർന്നു വീഴുന്നത്. ബംഗ്ലാദേശിലെ വിമാനം മൈൽ സ്റ്റോൺ സ്കൂൾ ആൻഡ് കോളേജ് ക്യാമ്പസിലേക്ക് ഇടിച്ചിറങ്ങി.
അതേപോലെ തന്നെയാണ് എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദിലെ PG മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന്റെ കെട്ടിടത്തിലേക്കുമായിരുന്നു ഇടിച്ചിറങ്ങിയത്. എയർ ഇന്ത്യ അപകടത്തിൽ വിമാനയാത്രക്കാർക്ക് പുറമെ ആ കെട്ടിടത്തിലുണ്ടായിരുന്ന നിരവധി വിദ്യാർത്ഥികളും മരിച്ചിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ബംഗ്ലാദേശ് സംഭവത്തിൽ സൈനിക വിമാനമായതുകൊണ്ട് യാത്രക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് യാത്രക്കാരൊന്നും മരണപ്പെട്ടില്ല. പക്ഷേ പൈലറ്റും അതുപോലെ തന്നെ ആ സ്കൂളിനകത്തുണ്ടായിരുന്ന കുട്ടികളുടെ ഒരുപാട് പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. രണ്ട് അപകടങ്ങളിലും ദൃശ്യങ്ങൾ ഭയാനകരമായിരുന്നു. പുകയും ആളിക്കത്തുന്ന കെട്ടിടങ്ങളും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളും ഇതെല്ലാം വലിയ രീതിയിലുള്ളൊരു അപകടം തന്നെ ആയിരുന്നു അന്ന് കണ്ടിരുന്നത്. എയർ ഇന്ത്യ വിമാനം അപകടത്തിൽ പൈലറ്റ് മെയ്ഡേ എന്ന അടിയന്തര സന്ദേശം നൽകാൻ ശ്രമിച്ചിരുന്നു. ബംഗ്ലാദേശ് പൈലറ്റ് വിമാനം ജനവാസമുള്ള പ്രദേശത്തിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ മാക്സിമം ശ്രമിച്ചിരുന്നു. പക്ഷേ നടന്നില്ല. അതൊരു സ്കൂളിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു. ഈ രണ്ട് അപകടങ്ങളും പിന്നിൽ സാങ്കേതിക തകരാറുകളാണ് കാരണമെന്ന് പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നത്. എയർ ഇന്ത്യ വിമാന അപകടത്തെക്കുറിച്ച് ഇപ്പോഴും അന്വേഷണം നടന്നു വരികയാണ്. വിമാനത്തിലെ ഇന്ധന സ്വിച്ചുകൾ ഓഫായി എന്നാണ് ആദ്യമേ വന്നിരുന്നത്. ഇതൊരു മനുഷ്യന്റെ ഇടപെടൽ കാരണം മാറിയതാണോ എന്ന സംശയങ്ങൾ ഇപ്പോഴും ഉയർന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതം എത്ര അപ്രത്യക്ഷമാണെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് വ്യോമയാന മേഖലയിൽ ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരെ ബൈ.